ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫ്ലാക്സ് സീഡ് കൊണ്ട് ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഫേസ് ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഇത് സ്കിൻ ടൈറ്റൻ ചെയ്യാനും അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളെയെല്ലാം മാറ്റിയെടുക്കാനുമുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ചാനലിൽ പുതിയതായി എത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്നേഹം ഈ സബ്സ്ക്രൈബിലൂടെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നു. ഇതാണ് ഫ്ലാക്സ് സീഡ്. ഇപ്പോൾ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുന്നതാണ് ഫ്ലാക്സ് സീഡ്. ഇതിന് മലയാളത്തിൽ ചണവിത്ത് എന്ന് പറയും. ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഇത്. പ്രത്യേകിച്ചും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ വെയ്റ്റ് ലോസിന് വരെ വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് ജെല്ലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളവും ഒഴിച്ച് ഒരു 250 മില്ലി വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഈ സീഡ്സ് വെള്ളത്തിനടിയിൽ പോയിട്ട് പാത്രത്തിൽ ഇങ്ങനെ കട്ടിപിടിച്ച് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിനെ നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ജെല്ലി പരുവമായി മാറും. അതുവരെ നമ്മൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി സിമ്മിലേക്കാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് ഒരു ജെൽ പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഈ സീഡ്സ് എല്ലാം നന്നായി വേകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പോഷകമൂല്യമുള്ളതാണ് ഈ ഫ്ലാക്സ് സീഡ്. ഇത് വറുത്ത് പൊടിച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഫ്ലാക്സ് സീഡെല്ലാം തിളച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. ഒരുപാട് അങ്ങ് തണുത്തായാലും ഇതിനെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ചെറിയൊരു ചൂടിൽ നമുക്കിതിനെ അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ അരിച്ച് മാറ്റിയെടുക്കുന്ന ആ ജെല്ല് നമുക്ക് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഹെയർ സിറമായിട്ടൊക്കെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതിനും തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജെല്ല് നമ്മൾ അരിച്ച് മാറ്റിയെടുക്കുന്നു. അത് നമ്മൾ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുന്നു. നമുക്ക് ഫേസ് ക്രീമിന് അല്ലെങ്കിൽ ഫേസ് പാക്കായിട്ട് വേണ്ടുന്നത് ഇതിൻ്റെ ആ സീഡോട് കൂടി, നമ്മൾ മൊത്തം ഒഴിച്ചിട്ടില്ല, ആ സീഡിൻ്റെ കൂടെ ഉള്ള ആ കുറച്ച് ജെല്ലും ആ സീഡും കൂടെയാണ് നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടുന്നത്. ഇത് ചർമ്മത്തിലെ സുഷിരങ്ങളൊക്കെ മാറ്റുന്നതിനും സ്കിൻ ടൈറ്റൻ ചെയ്യുന്നതിനും സഹായിക്കും. അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളായ വരകളും ചുളിവുകളും കുറയ്ക്കാൻ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ജെല്ലിൻ്റെ ഒരു പരുവം. സീഡുമുണ്ട്, ലാസ്റ്റ് കിടന്ന ജെല്ലും കൂടാണ് ഞാനൊന്ന് മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിന് ചൂടൊന്നുമില്ല. ഒട്ടുമില്ലാത്ത ഒരു സമയത്ത് വേണം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് മുഖമൊന്ന് നന്നായി കഴുകിയതിന് ശേഷം ഈ ജെല്ല് ഇതേപോലെ കയ്യിലെടുത്ത് മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രത്യേക മണമോ ഒന്നുമില്ല, യാതൊരുവിധ സൈഡ് എഫക്റ്റുകളുമില്ല. നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യണം. 20 മിനിറ്റെങ്കിലും, മിനിമം 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യുമ്പം സ്കിന്നെല്ലാം നന്നായിട്ടൊന്ന് ഇതിൻ്റെ 20 മിനിറ്റിന് ശേഷം നാം കാണിക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം കാണുമ്പോൾ സ്കിന്നെല്ലാം നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കേ, നല്ല ടൈറ്റായിട്ടുള്ള സ്കിന്നാണ്. ഈ സമയം നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമുക്ക് കഴുകി മാറ്റാവുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ പ്രത്യേക ഒരു റിസൾട്ട് നമുക്ക് കാണാവുന്നതാണ്. നല്ലൊരു ഗ്ലേസിംഗ് ആണ് സ്കിന്നിന്. അപ്പം ഇത് തുടർന്നും എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുകയും വേണം. അടുത്തൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.